വെൽക്കം ടു മുത്തശ്ശി മീഡിയ. ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത്തരം സിറ്റുവേഷൻ എൻ്റെ വീട്ടിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം മോനിപ്പം മക്കൾ രണ്ടുപേരും പുറത്താണല്ലോ. അപ്പോൾ മോനാണെങ്കിൽ സാധാരണ മോനാണ് ഇച്ചിരി കൂടുതൽ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയങ്ങളിലെല്ലാം ചെറിയ ചെറിയ സർപ്രൈസുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോ എടുക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ഒരു ഹാർട്ട് ടച്ചിങ് തോന്നിയൊരു വീഡിയോ ആണ്. മോൻ ഡൽഹിയിലായിരുന്നു, ഇപ്പം ബോംബെയിലാണ് ആൾ. അപ്പോൾ ഒരു ഏകദേശം ലാസ്റ്റ് കഴിഞ്ഞ ഒരു 10 months മുമ്പ് നടന്നൊരു സംഭവമാണിത്. വെക്കേഷൻ കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് വന്നപ്പം എനിക്കും ചേട്ടനും ഒക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നു. അതിൽ ചെറിയൊരു സെക്ഷനാണിത്. അപ്പം അച്ഛനും അമ്മയ്ക്കും സങ്കടം തോന്നാതിരിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പാരൻസ് അൺബോക്സിങ്, സാധാരണ പെട്ടി വന്നിട്ട് പൊട്ടിച്ച് എല്ലാം ഗിഫ്റ്റുകളെല്ലാം ഹൈഡ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ഇത് സ്ഥിരം നടക്കുന്നതാണ്. ഒരു വീഡിയോ മാത്രമാണ് ഇത്. ആക്ച്വലി അതും കംപ്ലീറ്റ് അല്ല. ബെഡിൻ്റെ അടിയിൽ കൊണ്ടെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് ഓരോന്നായിട്ട് തരാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കൊടുക്കുന്ന പോക്കറ്റ് മണി പോക്കറ്റ് മണി എല്ലാം എക്സ്പെൻസിന് കൊടുക്കുന്ന ക്യാഷ് വളരെ സൂക്ഷിച്ച് ചിലവാക്കി അതിൻ്റെ ബാലൻസ് പിടിച്ച് അതിന് ഈ ഷോപ്പിങ്ങിന് വേണ്ടി എക്സ്ട്രാ അച്ഛൻ്റെ ഒന്നും മേടിക്കത്തില്ല. തരുന്നത് ഇപ്പം ഫുഡിന് ഒരു ദിവസം എക്സ്പെൻസ് ഉണ്ടാകുന്ന ഫുഡിൻ്റെ എമൗണ്ട് കൂട്ടിപ്പറഞ്ഞ് അതിൽ നിന്ന് മിച്ചം പിടിച്ച് മേടിക്കുന്ന സാധനങ്ങളാണിത്. അത് ഞങ്ങൾക്കറിയാം. ഇത് വരുമ്പം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഈ ബാലൻസ് പിടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും അതൊരു സ്വന്തം ജോലി കിട്ടി ശമ്പളം മേടിച്ച് കൊണ്ടുവരുന്ന അതേ ഫീലിലാണ് ആൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, അപ്പം ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എത്രയായിരിക്കും. അപ്പം ചിലപ്പം എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. എങ്കിലും ഈ ഒരു പ്രാക്ടീസ് അൺബോക്സിങ് സീൻ എപ്പോഴും നടക്കുന്നതാണ്. അൺബോക്സിങ് സീൻ്റെ മാധുര്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതിനുള്ള ക്യാഷ് എപ്പോഴും മോൻ പറയുന്നത് അവസാനം ഇത് ഗിഫ്റ്റൊക്കെ തന്ന ശേഷം പറയുന്നതാണ്, ഞാൻ 3 meal ക്യാഷ് എടുത്തിട്ട് ഞാനത് 1 meal കഴിക്കുകയുള്ളൂ, ആ ക്യാഷാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എനിവേ അത് നല്ലത് തന്നെ, വണ്ണം കുറയുമല്ലോ. നമുക്ക് അങ്ങനത്തെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഫാമിലി പിക്ചേഴ്സും ഇനി വരുന്ന വീഡിയോയിലുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് ഈ വരുന്നത്. ഓൾറെഡി വന്നതുകൊണ്ട് താങ്ക് യു.